സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന യുവത്വത്തിന് വൈഫൈ, പിന്നെ മൊബൈൽ ചാർജർ, FM റേഡിയോ, കാലത്തിനൊത്ത മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന ഇരിപ്പിടങ്ങൾ, ആകർഷകമായ ഡിസൈൻ, പൂന്തോട്ടവും പുൽത്തുകടിയും, അങ്ങനെ തൃത്താലക്കാരെ മാത്രമല്ല കാഴ്ചയിൽ ആരെയും ആകർഷിക്കുന്നതാണ് ചാലിശ്ശേരിയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം. 3 ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ്. ഒന്നുകൊണ്ട് അവസാനിക്കുമെന്ന് കരുതേണ്ട. മണ്ഡലത്തിൽ സമാന രൂപഭംഗിയോടെ മറ്റ് 15 കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ കൂടി സമീപഭാവിയിൽ യാഥാർത്ഥ്യമാകും. ആദ്യം പൂർത്തിയായ ചാലിശ്ശേരിയിലെ കേന്ദ്രം മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. തൃത്താലയുടെ നല്ല മാതൃക മറ്റു മണ്ഡലങ്ങളിലും നടപ്പാക്കണമെന്ന ആവശ്യം മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഉന്നയിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. സ്മാർട്ട് ബസ് ഷെൽട്ടർ ഇത് തുടക്കം ചാലിശ്ശേരിയിലാണെങ്കിൽ ഇത് കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളും ഇതുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം അത്രമാത്രം മാതൃകാപരമായിട്ടാണ് ഇത് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന രീതിയിൽ അദ്ദേഹം ഇവിടെ രൂപപ്പെടുത്തിയെടുത്തു കഴിഞ്ഞു. ഇതിന് തുടക്കം കുറിച്ചു കഴിഞ്ഞു. ഇത് കേരളം മുഴുവൻ വ്യാപിക്കേണ്ട ഒന്ന് തന്നെയാണ്. മണ്ഡലത്തിന്റെ ഭാഗമായി വരുന്നത് 8 പഞ്ചായത്തുകളാണ്. എല്ലാ പഞ്ചായത്തിനും 2 വീതം കാത്തിരിപ്പ് കേന്ദ്രങ്ങളാണ് ലക്ഷ്യം വെക്കുന്നത്. ഇവിടെ സൗജന്യമായി വൈഫൈ ഇന്റർനെറ്റ് കണക്ഷൻ ഇവിടെ ലഭ്യമാവുകയാണ്. FM റേഡിയോയിലൂടെ സംഗീതവും മറ്റു പരിപാടികളും നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന അവസ്ഥയിൽ ഈ ഷെൽട്ടർ മാറുകയാണ്. ബസ് കാത്തു നിൽക്കുന്നതിന്റെ ഇടയിൽ ഒരല്പസമയം ബാക്കിയുണ്ട്, 5 മിനിറ്റ് ഉണ്ട്, മൊബൈൽ ഫോൺ ഒന്ന് ചാർജ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ വിവിധ തരത്തിലുള്ള മൊബൈൽ ഫോണുകൾ ചാർജ് ചെയ്യാനുള്ള മൊബൈൽ ഫോൺ ചാർജർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആധുനിക ശൈലിയിലുള്ള കാത്തിരിപ്പ് കേന്ദ്രങ്ങളുടെ നിർമ്മാണം സിഡ്കോയാണ് നടപ്പാക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.